ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്ന് പറയും. പറ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നീരവ് പറഞ്ഞ പോലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീരവിന് മുടക്കാണ്, ശനിയാഴ്ച ആണല്ലോ, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് ഈ മുഖത്ത് കാണുന്നത്. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. ഇത്തിരി സമാധാനപരമായ ഒരു മോർണിംഗ് റൂട്ടീനാണ് ഞാനിന്ന് ഉദ്ദേശിക്കണത്. എന്തൊരു മഴയല്ലേ, മഴ അങ്ങോട്ട് മാറി കിട്ടണില്ലേ. എപ്പോൾ നോക്കിയാലും മഴ ഇങ്ങനെ ചാടി നിൽക്കും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരു ഗ്യാപ്പ്. അന്നാണെങ്കിൽ എങ്ങോട്ടേലും, ഇന്ന് ഞങ്ങളെങ്ങോട്ടേലും പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിളക്ക് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോഴേക്കും വല്ലാത്തൊരു മഴ പെയ്തു കേട്ടോ. അപ്പോൾ ആ പ്ലാനിങ് ചൂറ്റിപ്പോയി എന്ന് പറയാം. ഇന്ന് ഞാൻ അത്ര ലേറ്റായിട്ടൊന്നല്ല കേട്ടോ എണീറ്റ്. 5 മണിക്ക് എണീക്കണോണ്ട് അതുകൊണ്ട് ശനിയാഴ്ച ആയിട്ടും എനിക്ക് നേരത്തെ എണീക്കാൻ എന്താ പറയുക, ഉറങ്ങി ആ സമയം ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റ് പോവുക. എന്താ ഉറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് വേണ്ട, എന്നാൽ എണീറ്റിട്ട് പോയി കുളിക്കാം. എന്നിട്ട് കുളിച്ചു കേട്ടോ. പോയിട്ട് കുളിച്ച് വന്ന് വിളക്ക് വെച്ചു. എന്തായാലും കിടക്കിടക്കം മാസമല്ലേ വിചാരിച്ച് മുടങ്ങാണ്ട് പറ്റണ ദിവസങ്ങളിലൊക്കെ വിളക്ക് വയ്ക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാട്ട് രാവിലെ തന്നെ എണീറ്റ് വിളക്ക് വയ്ക്കണം. തലേന്ന് രാത്രി മുതിര വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പുട്ടും കടലയും ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കണത്. അതിനിടയിൽ ചേട്ടൻ ചായ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ കൊടുക്കാൻ ഇത്തിരി ലേറ്റായി പോയി. കുളിക്കാൻ പോണതിന് മുന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ കെറ്റിൽ ഇത്തിരി വെള്ളം ചൂടാക്കാൻ വെച്ചു. അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് തിളച്ചിട്ടുണ്ടാവുമല്ലോ വിചാരിച്ച് പിന്നെ അത് പഞ്ചസാരയൊക്കെ ഇട്ട് ചായയിലിട്ടിട്ട് അങ്ങോട്ട് തിളപ്പിക്കാനൊന്നും നിൽക്കില്ല. വെറുതെ ഒന്ന് സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ ഒരു കാര്യം മറന്നു പോയിട്ടോ പറയാൻ. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ പറയാം. എന്തുപറ്റി? ശരി. എന്തൊക്കെ ചെയ്യാത് വെയിനെടുക്കുമ്പോ എന്താ ചെയ്യാ? ഞാൻ ചായ കുടിച്ചോ? എങ്ങനെയാ ചായ കുടിച്ചേ? രാത്രി രാവിലെ എണീക്കണോണ്ടേ രാത്രിയാവും വിളിക്കും. ഒരു 10 മണിയാവും വിളിക്കാൻ. എൻ്റെ ബാറ്ററി ലോ ആവണുണ്ട്. അപ്പോൾ എനിക്ക് ആകെ ക്ഷീണമാവും കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി 10 മണിയായപ്പോഴേ ചേട്ടൻ കട്ടൻ ചായ ചോദിച്ചത്. ഞാനുണ്ടാക്കി കൊടുത്തു. പക്ഷെ ഇപ്പോഴത്തെ ചായ നീരവിന് കൊടുക്കണോണ്ട് നീരവ് കംപ്ലൈൻ്റ് ഒന്നും പറയില്ല. അതിന് ചായ എന്താണെന്ന് അറിയാത്തോണ്ടാവും. ചേട്ടന് ഇപ്പോൾ കൊടുക്കുമ്പോഴേ, കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വരുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഈ പ്രാവശ്യം എന്ത് വെക്കുമ്പോഴും ഒന്നധികം കൂടും അല്ലെങ്കിൽ കുറയും. അപ്പോൾ ഇന്നലെ ചായ വെച്ചപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു ഇന്നലെ രാത്രിയിലത്തെ ചായ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് വാട്ട ചായ ആയിരുന്നു എന്ന്. ദൈവത്തിനാണ്. ഞാൻ ചിലപ്പോൾ സത്യം പറയില്ല കേട്ടോ. ചിലപ്പോൾ സത്യം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഇങ്ങനെ നുണ പറയണോണ്ടേ. അപ്പോൾ വാട്ട ചായ എന്നിപ്പോൾ പറഞ്ഞു കേട്ടോ. എന്തോ അറിഞ്ഞുകൂടാ. ഞാൻ മുതിര നല്ലോണം ഇങ്ങനെ വെറുതെ കഴുകുമ്പോൾ കലത്തിലിട്ട് ഉരയ്ക്കുമ്പോഴേ കല്ലിൻ്റെ സൗണ്ട് വന്ന് കിടന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നോക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കല്ലുകൾ കിട്ടി. അത് കളഞ്ഞു. പക്ഷേ നമ്മൾ ഉണ്ടാക്കി ലാസ്റ്റായപ്പോൾ കല്ല് കടിച്ച് കിടന്നു. ഇനി എവിടെയൊക്കെയാണ് കല്ല് കിടന്നതെന്ന് ആയിരിക്കും അറിയുന്നത്. അപ്പം ഞാൻ ഇനി കല്ലുണ്ടോ എന്നുള്ള ഉണ്ടാവുമോ എന്നൊക്കെ തോന്നിയിട്ടാണ് ഞാൻ എത്രയും വെച്ചിട്ടും കഴുകിയാലും എനിക്ക് എല്ലാ കല്ലൊന്നും കിട്ടില്ല, കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാനങ്ങോട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. ഇന്നലെ ഞാനും ചേട്ടനും കൂടി മാവേലിക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുട്ടുപൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ഞാൻ കുറച്ച് ലേറ്റായി പോയി കണ്ടോ. 20-ാം തീയതി ആവണേ. സാധാരണ ഞാൻ മാസം തുടങ്ങുമ്പോഴേ മേടിക്കണതാണ് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഇത്തിരി ലേറ്റായി. വേറെ ഒന്നുമല്ല, ആവശ്യത്തിന് സാധനങ്ങൾ ചേട്ടൻ മേടിക്കുന്നുണ്ട്. 2 ദിവസം കൂടുമ്പോൾ പച്ചക്കറി മേടിക്കുന്നുണ്ട്. 2 ദിവസമല്ല, ചിലപ്പോൾ 1 മേടിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം മേടിക്കുമ്പോൾ പിന്നെ എനിക്ക് ഈ സാധനങ്ങൾ വേണമെന്ന് തോന്നാറില്ല. പക്ഷേ പഞ്ചസാര എല്ലാ സാധനങ്ങളും അരിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയതാട്ടോ മാവേലിക്ക്. എന്തായാലും പോയി മേടിക്കാം, അരിക്ക് ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. പഞ്ചസാര, ഉഴുന്ന് പരിപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടോ. ഞാൻ പുട്ടിലേക്ക് വേണ്ടിയിട്ടാട്ടോ തേങ്ങ പൊളിക്കണത്. വെള്ളം അത് നീരവന് ഭയങ്കര ഇഷ്ടം. എവിടെ തേങ്ങ കണ്ടാലും അവന് തേങ്ങ വെള്ളം വേണം പറഞ്ഞിട്ട് അതെടുക്കും ഇതെടുക്കും എന്നൊക്കെ ചോദിക്കും. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് എടുത്തു വന്നിട്ട് അതും പിടിച്ച് കരയണതൊക്കെ. അപ്പോൾ അതേപോലെ ആയതുകൊണ്ട് നീരവൻ്റെ അടുത്ത് കൊടുത്തു. അതിനുണ്ടോ? ഞാൻ നീരവേന്ന് വിളിച്ചിട്ട് വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാട്ടോ ഫോണിൻ്റെ ട്രൈപോഡിൻ്റെ ആ കാലുണ്ടല്ലോ അതും
പിന്നെ ചവിട്ടി എല്ലാം കൂടി അങ്ങോട്ട് സ്ലിപ്പായി ഇറങ്ങിപ്പോയി വീഴാൻ. അപ്പം ഇത്തിരി നാളേരം വെള്ളം അങ്ങോട്ട് തെറിച്ച് പോയിട്ടോ. അപ്പം നീരവ് നോക്കി. ആദ്യമൊക്കെ ആണെങ്കിൽ മുന്നൊക്കെ ആണെങ്കിൽ അവൻ കരഞ്ഞു കിടന്നു കേട്ടോ. അവന് കൊടുക്കണ സാധനം എന്തെങ്കിലും പുറത്തേക്ക് വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ കരയും. ഇപ്പം കരഞ്ഞില്ല, എന്നെ ഉപദേശിച്ചു, സൂക്ഷിക്കാനൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. അപ്പയ്ക്ക് സമാധാനമായി. കരഞ്ഞില്ലല്ലോ. ഞാൻ പരമാവധി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ നിർത്തില്ലല്ലോ. അതുകൊണ്ട് കരയിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും ഇപ്പോൾ. അങ്ങനെ പുട്ടും പിന്നെ അപ്പുറത്ത് മുതിരിയും എല്ലാം കൂടുന്ന വേവണ സമയം കൊണ്ട് ഞാൻ വേഗം റൂമിൽ പോയിട്ട് എന്തോ ഒരു ഉറക്കക്ഷീണം പോലെ കുളിച്ചിട്ടും. അപ്പം ഞാൻ വേഗം പോയിട്ട് പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ഒന്ന് സുന്ദരിയാവാൻ ശ്രമിച്ചതാണ്. പുരികൊന്നും ത്രെഡ് ചെയ്തിട്ടില്ല, അതൊക്കെ ആകെ വളർന്നേക്കും. അതുകൊണ്ട് ഇത്തിരി കോൺഫിഡൻസ് കുറവുണ്ടേ, അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നടക്കുന്നത്. അപ്പോഴാണ് മുക്കുറ്റി കൂടി തൊട്ടില്ലല്ലോ, അത് തൊടാൻ വേണ്ടി പൊട്ടിക്കാൻ പോയതാണ് കേട്ടോ. മുറ്റത്ത് ആകെ പുല്ല് നടന്നു കേട്ടോ. ഞാൻ എത്ര ഒന്ന് പടച്ച് ഒന്ന് ശരിയാക്കാൻ നോക്കുമ്പോഴും വീണ്ടും മഴ പെയ്യും. പിന്നെ മുറ്റത്തിറങ്ങാൻ പറ്റണില്ല, മുറ്റടിക്കാൻ പറ്റണില്ല. മൊത്തത്തിലൊരു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഒന്ന് സമാധാനമാകുമ്പോൾ എന്തായാലും വെട്ടി വൃത്തിയാക്കാം. ഇതെന്തിനാ? കൂടി ഉണ്ടാക്കാൻ. പാമ്പും വലിയും. ഇതെന്തുട്ട് കാണിക്കത്? പയറതാ പയറ്. പയറതാ പയറ. ഒച്ചക്കാട് പയറ്. എന്നാണോ കുറി കുളിക്കണ്ട്? ഹലോ ഹലോ കൂട്ടുകാരാ. എന്ത് നിങ്ങൾ നോക്കിട്ട് പറ. ഹലോ കൂട്ടുകാരാ. താരകത്തോന്നോ? അവ ഇടയ്ക്ക് എൻ്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഹലോ കൂട്ടുകാരെ, ഹലോ ഫ്രണ്ട്സ്. നമ്മുടെ M4ടെക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് അവന് ഇടയ്ക്ക് നീരവനോട് ഇടയ്ക്ക് വന്ന് പറയും, അമ്മയ്ക്ക് M4ടെക്ക് എന്താ പറയുക, ക്യാമറ മച്ചാൻ പ്രവീണിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട് അങ്ങനെയൊക്കെ പറയുമല്ലോ. അതേപോലെ നീരവൻ അങ്ങനെ പറയണം അത്ര, നീരവ് സനേഷ് സൈനിങ് ഔട്ട് എന്ന്. അപ്പോൾ ഞാൻ പറയുന്നു ക്യാമറ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നാളുണ്ട്, എന്നാലും വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇന്ന് പറയട്ടെ അമ്മയുടെ വീഡിയോയിൽ ഞാനിങ്ങനെ പറയും അങ്ങനെ പറയുന്നു. ക്യാമറ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞ് പിന്നെ നാണം കുടുങ്ങിയായി, എന്തൊക്കെയോ ആയി. കുറ്റി പുട്ട് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ പോവും. പിന്നെ എത്രയോ നേരം കഴിഞ്ഞിട്ട് വീട് തിരിച്ചു വരും. അപ്പോഴേക്കും എന്താ പറയുക, കുഴച്ച് എന്നല്ല പറയുക, പുട്ടുപൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട്, അത് ഡ്രൈ ആവും. എന്നിട്ട് വീണ്ടും ഞാൻ വെള്ളം മിക്സ് ചെയ്യും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി കുഴക്കൽ തന്നെയാണെന്ന് തൊട്ട് എൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് ഞാൻ അടുത്തത് വെച്ചിട്ട് നീരനെ കുളിപ്പിക്കാനുള്ള പരിപാടിക്ക് കിടന്നു. അപ്പോൾ ആദ്യമൊക്കെ ഓടിച്ചാടി പോയി കിടന്നു കേട്ടോ. കുളിക്കണ്ടാക്കി M4ടെക്കിൻ്റെ വീഡിയോ കണ്ട് കേൾക്കണം, കുറേ നേരം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ തിങ്കളാഴ്ച ക്ലാസ്സിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഇന്ന് നല്ലോണം എണ്ണ തേച്ച് കുളിച്ചാലേ തിങ്കളാഴ്ച നല്ലോണം വെളുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുളിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ. ഹലോ നീറോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് ഓടി ചെന്നപ്പോഴേക്ക് ഇവൻ തോർത്തൊക്കെ വീശിയിട്ട് ഫോണും ട്രൈപോഡും അടക്കം വീണു കേട്ടോ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കി, ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ വായിലിരിക്കണം മുഴുവൻ എനിക്ക് കേൾക്കേണ്ടി വരും. പുതിയതായിട്ടൊരു ഫോൺ കൊണ്ടുവന്ന് തന്നിട്ട് നശിപ്പിച്ചു പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊന്ന് നോക്കി പേടിപ്പിച്ചപ്പോൾ അതിനൊരു കരച്ചിൽ കഴിഞ്ഞു കേട്ടോ. എൻ്റെ വീഡിയോ സ്റ്റെക്കാക്കി വെച്ചിട്ട് വന്നേക്കണത് കാണണേ പറഞ്ഞിട്ട് ഒറ്റോട്ടം. പാല് കൊടുക്കാൻ തരുമോ? 10 രൂപ തരുമോ? തരുമോ? നീ ശങ്കടാ, നീ വേണ്ട. എന്തിനാ
എവിടെ ചോറിന് പോയില്ല ചോറിഞ്ഞോട്ടോ ധൈര്യമായിട്ട് ചോറിന് മുഖം കാണിക്കോ ചിരിച്ച അവൻ്റെ കയ്യിൽ 10ൻ്റെ കോയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 100ൻ്റെ 2 നോട്ടും ഉണ്ട്. ചാനലിൽ വേറെ 500 നോട്ടുള്ളൂ. അപ്പോൾ ഈ 7 ദിവസത്തേക്ക് പാല് മേടിക്കാൻ വേണ്ടിയിട്ട് 210 രൂപ കൊടുക്കണം. 10 രൂപ ഇല്ല. അപ്പോൾ അവൻ കുടുക്കയിലിടാൻ വെച്ച പൈസ ചോദിച്ചപ്പോൾ അവൻ തന്നില്ല കേട്ടോ. അവന് സങ്കടം. അപ്പോൾ പിന്നെ വേണ്ട പറഞ്ഞു. വേഗം ഓടി വന്നിട്ട് പിന്നെ ഞാൻ മുതിര കാച്ചാൻ നിന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ പാലിൻ്റെ സൗണ്ട് കേട്ട് പൈസ എടുത്ത് പോകണ നേരത്താണ് പാല് പോയി. ഞാൻ എന്നിട്ട് ഇവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഇനി കട്ടൻ ചായ കുടിച്ചാൽ മതി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്നിട്ട് എനിക്ക് ആകെ വിഷമമായി. ഒന്നാമത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് വേഗം പാൽക്കാരൻ പോയി. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നിൽക്കും എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാനും വേണ്ടി നിർത്താനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇന്ന് പെട്ടെന്ന് പോയി വന്ന പോലെ ഞങ്ങൾ തിരിച്ചു പോയി. ഇപ്പം എനിക്ക് ആകെ വിഷമമായി. ഞാൻ പറയാറുണ്ടല്ലോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പാൽച്ചാട്ടം വരാണ്ടിരിക്കും. അപ്പോൾ ഇന്ന് വന്നപ്പോൾ പാല് കിട്ടാണ്ടുള്ള ഇതായിപ്പോൾ എനിക്കാണെങ്കിൽ പാൽ ചായ കുടിച്ചാൽ മതിയെന്നായിട്ടോ. അത് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. എന്നിട്ട് മുതിരയ്ക്ക് എടുത്തിട്ട് ഓരോന്ന് മേശയിൽ കൊണ്ട് വെക്കുകയായിരുന്നു. കാപ്പിയാണ് കേട്ടോ ഞാൻ വെച്ചത് ഞങ്ങൾ 2 പേർക്കും. പിന്നെ ഇന്നലത്തെ പാല് ഞാൻ ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നീരവ് സ്കൂളിൽ നിന്ന് വന്നിട്ട് നേരെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3 കിലോ കൊണ്ടാണ് വെച്ചതുകൊണ്ട് ഞാൻ കണ്ടില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയതിന് ശേഷം ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാട്ടോ അത് കണ്ടത്. എന്നാൽ പിന്നെ രാവിലെ അതിൽ ബൂസ്റ്റ് ഇട്ട് കലക്കാനും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് പാലുണ്ട്. അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് അവന് മാത്രം അവിടെ നിന്ന് പാല് എനിക്ക് എന്താ ഇല്ലാത്തതെന്നൊക്കെ. ഞാൻ പറഞ്ഞു അത് പോകുമ്പോൾ വിളിക്കാണ്ട് ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ അതുകൊണ്ട് ഏതൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇന്നലെ പോവാന്നൊക്കെ പറഞ്ഞതാട്ടോ. ഇന്നലെ മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു വിഷമം. അയ്യോ നീരവില്ലാണ്ട് എങ്ങനെയാണ് പോവുക. നീരവിനാണെങ്കിൽ അച്ഛൻ്റെ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വിഷമാവില്ലേ. പിന്നെ എനിക്ക് ഭയങ്കര മിസ്സിങ് ആവട്ടെ അവൻ. എങ്ങോട്ട് പോവാണെങ്കിലും അവനും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും വേണ്ടേ. അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് നീരവെള്ളപ്പം നാളെ പോകാമെന്ന്. ഇന്നാണെങ്കിലോ ഒരു വൃത്തിയായിട്ട മഴയാണെങ്കിൽ നിൽക്കണമില്ല ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയില്ല, ക്യാൻസലായി. അപ്പം ഞാൻ രാവിലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ചോറ് വയ്ക്കണ്ടല്ലേ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ ചോറ് മിക്ക ദിവസം വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ വെക്കണ്ടാന്ന്. പരമാവധി നോക്കി മഴ പോകണ്ടോ എന്ന് കുറയണ കാണാണ്ടായപ്പോൾ എന്തായാലും 11:30 ക്ലോക്ക് അവിടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ വെച്ചു. ഇനിയിപ്പോൾ ലേറ്റ് ആവണ്ട. ഇപ്പോൾ രസം വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നിൽക്കുന്നത്. കുറേ ദിവസമായി രസം വെച്ചിട്ട്. അപ്പം ഞാനൊരു പുളിയെടുത്ത് വായിലിട്ടു. ആദ്യമൊക്കെ വീട്ടിലുള്ള സമയത്ത് അമ്മ പുളിവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി മീൻ കറിയിലേക്കൊക്കെ വെക്കുമല്ലോ. അപ്പോൾ ആ പുളിവെള്ളമൊക്കെ ഞാൻ എടുത്ത് കുടിക്കും പോയിട്ട്. എന്നിട്ട് ഞാൻ വീണ്ടും വേറെ വെള്ളം എടുത്ത് ഒഴിച്ച് വയ്ക്കും. അങ്ങനെയുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുളി തന്നപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നേ. ഇതിപ്പോൾ ഞാൻ ചെയ്തൊരു പരിപാടി ഉണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഉപയോഗിക്കാറില്ലാത്തവർ കേട്ടോ. അതായത് കുക്കറിൽ ഇപ്പം ഞാൻ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു ചോറ്റും പാത്രത്തിൽ ഞാൻ പരിപ്പും കൂടെ വേവിക്കാൻ വെച്ചു. അപ്പോൾ അരിയും ആ പാത്രത്തിൽ കിടന്ന് പരിപ്പും ഒരേ സമയത്ത് വേവുമല്ലോ. എനിക്ക് ആകെ ഒരു കുക്കറുള്ളൂ. അപ്പോൾ എൻ്റെ ആൻറ്റിയുടെ സുരേഖ ആൻറ്റി പറഞ്ഞു തന്ന പരിപാടിയാണ്. മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഞാനിപ്പോഴാണ് അത് യൂസ് ചെയ്യണത്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. വേറെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ 3ഉം കൂടെ ഒരുമിച്ച് വേവും. പൊട്ടിത്തെറിക്കുകയൊന്നും എനിക്കറിയില്ല. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ട് പരീക്ഷിച്ചിട്ടുള്ളൂ. സക്സസ് ആയിട്ടോ. അതിൻ്റെ പരിപ്പും അരിയും ഒരേപോലെ വെന്തു. ഞാൻ അത് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് തുണികളൊക്കെ ഒരുവിധം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പുറത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ഞാൻ ഉണങ്ങാളത് കുറച്ച് നേരം കൂടി ഇരുന്ന് ഉണങ്ങിക്കോട്ടെ ആ ഒരു വിചാരത്തിലാട്ടോ എത്ര നേരം ഞാൻ പുറത്ത് വെച്ചത്. അതൊരു കുത്താടാ ആ കട്ടിലയുടെ അവിടെ എന്താ പറയുക ഒരു ഓട്ടോറിക്ഷ എന്നൊക്കെ ഞങ്ങൾ പറയും. ഒരു ചുവന്ന ഒരു കുഞ്ഞ് റൗണ്ട് അതിൽ കുറേ കുത്തുകളായിട്ടൊരു പ്രാണി. അതിന് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ എടുത്ത് കളിച്ച് കിടന്നു കേട്ടോ. അപ്പോൾ അത് മുകളിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നോക്കാനാണ് അവൻ ഈ കസാരയിൽ ഒരുങ്ങി കെട്ടി കയറി നിൽക്കണത് കേട്ടോ. ഞാൻ ഓടി വന്ന് തുണികളൊക്കെ ഒന്ന് ഒതുക്കി വേഗം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒന്ന് വീട് വൃത്തിയാക്കിയിട്ട് ഈ ക്യാമറ ഓൺ ചെയ്യുമ്പോഴാണ് ആ പരിപാടി ഒന്നും നടക്കട്ടെ വിചാരിച്ചിട്ടാണ്
തുണികളൊക്കെ ചേട്ടൻ്റെ ബനിയൻ പിന്നെ ഹാങ്ങറിലിട്ടാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒതുക്കിയൊക്കെ ചുരുട്ടിക്കൂട്ടി ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് മടങ്ങും, എന്താ പറയുക, മടക്കും കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ വെറുതെ ചുളിവ് എടുത്തണ്ട വിചാരിച്ച് ചേട്ടൻ തന്നെയാണ് പറഞ്ഞാൽ ഹാങ്ങറിലിട്ടോ. അപ്പോൾ ചുളിവൊന്നും വീഴില്ലല്ലോ. ചോറ് വേവേണ്ട സമയം കൊണ്ട് ഞാൻ വീണ്ടും വന്നു ഹോളിലേക്ക്. എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ നടത്തുകയാണേ. അപ്പോൾ ഇനി അടിച്ചു വരാനേ ഉള്ളൂ. അപ്പോൾ പുട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ ഈ പരിസരത്തേക്ക് പിന്നെ അധികം വന്നില്ല. എന്തായാലും അടിച്ചു വരണം എന്നുള്ള ഒരു ഇതിൽ അടുക്കളയിൽ പോയി നിന്ന്. അപ്പോൾ ഒന്ന് ഫ്രീ ആയി ഓടി വന്നിട്ട് കൊടുക്കുക, ഒന്ന് അടിച്ചു വാരി ഇടുകയാണേ. സനേഷ് ചേട്ടനും നീരവും ഇപ്പോൾ നമ്മുടെ മറ്റേ യൂട്യൂബേഴ്സില്ലേ സുജിത്ത് ഭക്തൻ, അവരവരുടെ അനിയുണ്ടല്ലോ ട്രെയിനിൻ്റെ വീഡിയോസ് മാത്രം എടുക്കണത്. അപ്പോൾ അവരുടെ വീഡിയോ ഇങ്ങനെ മാറി മാറി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നീരവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എംഫോടെക്കിനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കാണുള്ളൂ. ട്രെയിൻ ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഇവരുടെ വീഡിയോ പ്രത്യേകം ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ പേര് ഞാൻ മറന്നു, സുജിത്ത് ഭക്തൻ്റെ അനിയൻ്റെ വീഡിയോ, അതാണ് കണ്ടുകൊണ്ടിരിക്കണത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചിഞ്ചു വിളിക്കണത്. നാളികേരം ചിരകാൻ ചിരവിയും പ്ലേറ്റൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. മിഠായി തരാമോ? അങ്ങനെ വയ്യ, നീ കൊടുത്തോ? പറഞ്ഞേ, ഞാൻ തന്നാലും അമ്മ തന്നാലും ഒരേപോലെയാ ഇവിടെ. ഒന്നും അറിയില്ല. ചിരിക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വണ്ടി ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 8 മണിക്ക് വെച്ചതാ, ഇതുവരെ ചാർജ് ഫുള്ളായിട്ടില്ല കേട്ടോ. അതൊന്ന് പോയി നോക്കി വന്നു. ഇത് ശരിയായിട്ടില്ല. ഏത് ഒരു ലൈൻ, എന്നിട്ട് ഒരു മിനിറ്റ് ഇവിടെ ഒരു കുത്ത്, ഇതാണ് സെന്റർ. ഇവിടുന്ന് തൊട്ട് ഈ സെന്ററുമ്മ കുത്തിയിട്ട് പിന്നെ ഈ അറ്റത്തേക്ക്. ഓക്കെ, സെന്ററിൽ മുട്ടിക്കടാ. കുഴപ്പമില്ല. ഇനി ഇവിടെ ഇത് ഒരു ലൈൻ, ഇനി ഒരു സെന്ററിൽ ഒരു കുത്ത് വെറുതെ ഇട്ടെ. അതല്ല സെന്റർ. തെറ്റാ. അടിയിലൊന്നും കൂടെ എഴുതിയേ. ഇവിടെ 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 എഴുതിയേ. നമുക്ക് തെറ്റിയതൊക്കെ ഒന്നുകൂടെ മാറ്റിയാ എഴുതിയ. സെൻട്രലിലേക്ക് കൊണ്ടുപോയിട്ട് എഴുത്. ആ തെറ്റാ. സെന്ററിന്ന് എന്നിട്ട് ആ അറ്റത്തെ വരയിലേക്ക് മുട്ടിക്കുക. അച്ഛനും കാണിച്ചു തരാം. നോക്ക്, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. ഇനി നീരവേദിക്കോളൂ. നോക്കടാ അങ്ങട്. ഇങ്ങനെ ഇനി നീരവേദിയെ ഇങ്ങനെ വെച്ചിട്ട് വേണ്ട മതി. ഇനി നീ എഴുതിയൊറ്റക്ക് കണ്ടറിയാം. നീരവിനെ എഴുതാൻ അങ്ങോട്ട് കറക്റ്റ് ആവണില്ല കേട്ടോ. അപ്പം ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ട് കൈ പിടിച്ച് അങ്ങനെ തെറ്റിക്കണത് മാത്രം ഞാൻ
ബുക്ക് കീറാറാവില്ല. ആ ഒരു അവസരത്തിൽ മാത്രമേ ഞാൻ കൈ പിടിച്ച് എഴുതിക്കുള്ളൂ. സനേഷാനെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടപ്പോൾ സനേഷാട്ട എല്ലാവരുടെ കൈ പിടിച്ച് എഴുതുക. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, ഒറ്റയ്ക്ക് എന്നെ പഠിക്കട്ടെ. എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് കൊടുത്താലേ പിന്നെ അവർക്ക് എഴുതാൻ എല്ലാത്തിനും മടിയും. പ്രത്യേകിച്ച് നീരവിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അച്ഛൻ്റെ കയ്യിൽ കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു കേട്ടോ. കുറച്ച് നേരം ചേട്ടൻ നോക്കട്ടെ വിചാരിച്ചു. രസം ഉണ്ടാക്കണം, പിന്നെ മീനും വറക്കണമല്ലോ. മയിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചാലേ. പീലിൻ്റെ തോന്നണോ അടിച്ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പീലി പൊഴിഞ്ഞ് വീണിട്ട് ഉണ്ടോ. രസക്കൂട്ടില്ലാണ്ട് ഞാൻ അങ്ങനെ രസം വെക്കാറില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആകെ സംശയം. ഇപ്പം ഞാൻ യൂട്യൂബ് എടുത്ത് തുറന്ന് നോക്കി, അപ്പോൾ അതിൽ പച്ചമുളകൊക്കെ ഇടണു. ഞാൻ പച്ചമുളക് ഇടാറുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര സംശയം. എങ്കിലും ഇട്ട് നോക്കി, പക്ഷെ സംഭവം അടിപൊളി കേട്ടോ. കടുക് പൊട്ടിച്ചിട്ടേ വെളിച്ചെണ്ണ എന്നല്ല കേട്ടോ ഓയിൽ. അതിൽ കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം ഇതൊക്കെ ചതച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, 1/2 സ്പൂണ് മുളക് പൊടി, ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതാ തക്കാളി, കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ പിന്നെ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ അല്ല സോറി, ഓയിൽ. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയല്ലോ, അപ്പോൾ നമ്മൾ ഓയിലാക്കി കേട്ടോ. അതൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഉടഞ്ഞ് കിട്ടാൻ. ഇപ്പം മനസ്സിലായില്ല ഞാൻ പരിപ്പ് എന്തിനാണ് വേവിച്ചതെന്ന്. ഇതിന് വേണ്ടിയായിരുന്നു രസത്തിന്. ഇത്ര പരിപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ കുറച്ച് കൂടി സാരില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ പുളി ഇങ്ങനെ പിഴിഞ്ഞ് അങ്ങോട്ട് പുളിവെള്ളം, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പുളിവെള്ളം കുടിക്കാൻ. അപ്പം ഞാൻ അങ്ങനെ രസത്തിൽ അങ്ങനെ മിക്സ് ചെയ്ത് കൂട്ടുകയാണ്. പരിപ്പുള്ളതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഒന്ന് പേടിച്ചു കേട്ടോ, അയ്യോ ഇനി കൊളാവോ എന്നൊക്കെ പേടിച്ചു. പക്ഷെ കുഴപ്പമില്ല, നല്ല നൈസായിട്ട് നല്ല തിക്കും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോ. കുറച്ച് പരിപ്പുകളും കൂടി ഒഴിക്കണം, നല്ലോണം വേവണം കേട്ടോ പരിപ്പ്. അല്ലാണ്ട് ഇട്ടിട്ട് കാര്യമില്ല, കടിക്കാൻ കിട്ടിയിട്ട് കാര്യമില്ല. കല്ലുപ്പാട്ടോ ഞാൻ ഇട്ടത്. പിന്നെ ഇതാ മല്ലിയില നല്ലോണം അങ്ങോട്ട് ക്ഷീണിച്ചേക്കും മല്ലിയില. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് കയറ്റി വെച്ചു, മാറ്റി വയ്ക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് വാടിപ്പോയതാ. എങ്കിലും ഞാനത് പറ്റണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെട്ടിയരിഞ്ഞ് നുറുക്കിയൊക്കെ ഇങ്ങനെ ഇടും. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നേ. പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറ് കേട്ടോ. അവിടെ എന്താ പണി നോക്കാം. അവിടെ എന്താ പണി? അമ്മ പോയി അങ്ങനെ എന്നെ ഇപ്പത്തെ തെറ്റി പഠിപ്പിച്ചു കൊടുക്കുക. നല്ല ശരിയാണല്ലോ. തെറ്റ് മതി മതി. യെസ് അമ്മ അമ്മ ഓക്കെ. പിന്നെ അടുത്ത് ഇതോ ഗുഡ് ബോയ്. അങ്ങനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ചോറിലേക്ക് കടന്നു. മീൻ വറുത്ത്, രസം, മുളക് വറുത്ത്, അച്ചാട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഫുഡ്
ഫുഡടി കഴിഞ്ഞ് കൈ കഴുകി വരുമ്പോഴാട്ടോ ചേട്ടൻ ഫോൺ എടുത്തത്. അത് കയ്യിൽ നിന്ന് വീണ് വഴുക്കി പോയതാട്ടോ. അങ്ങനെ വീണ് സ്ക്രീൻ കാർഡ് ഒന്ന് പൊട്ടി. അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് വരികയാണ്. താപ്പിൽ ഞാൻ എൻ്റെ ഫോണും കൂടി ഒന്ന് കൊടുത്തു കേട്ടോ. അതും സ്ക്രീൻ കാർഡ് മാറ്റി തന്നു. ചേട്ടാ അവിടെ നിന്ന് പുതിയ ഫോൺ എടുക്കുമ്പോൾ അവർ നല്ല ഒരു സേഫ്റ്റി, അതായത് പ്രൈവസി സ്ക്രീൻ കാർഡ് സൈഡിൽ നിന്ന് നോക്കിയൊന്നും കാണില്ലല്ലോ, അങ്ങനത്തെ വെച്ചിട്ടുണ്ടാണെന്ന്. അത് മാറ്റിയപ്പോൾ നല്ല വിഷമമായിട്ട് അങ്ങനത്തെ ഇവിടെ നിന്ന് കിട്ടിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഫോൺ കേസും കൂടെ ഒന്ന് മാറ്റണുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിതാ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മോഡൽ നോക്കുകയാണ്. ചേട്ടന് ഒന്നും സെറ്റ് ആവണില്ല, മനസ്സുകൊണ്ട് അങ്ങോട്ട് ഇഷ്ടമാവണില്ല. ദുബായിലത്തെ സംഭവങ്ങൾ തന്നെ ഇഷ്ടം, എങ്കിലും കിട്ടിയത് അങ്ങോട്ട് മേടിച്ച് വെച്ചു എന്ന് തന്നെ പറയാം. ഇനി നമ്മുടെ ഈ ഹൂസിന് ഒരു വണ്ടി കൂടെ മേടിക്കണം, അതിനുള്ള പരിപാടിയിൽ പോയതാണ് കേട്ടോ. എങ്ങനത്തെ വണ്ടിയാണോ ഉണ്ണിക്ക് എടുക്കണ്ടേ? എങ്ങനത്തെ വണ്ടി കൊടുക്കണ്ടേ? വണ്ടിയാണത്. ഇതിന്റെ വേറുണ്ടോ ഇന്നത്തെ? ഒന്നുകൂടെ അടിച്ച എടുക്കല്ലേ? നീരവൻ്റെ വണ്ടി മേടിച്ചില്ല, അവിടെ നിന്ന് തന്നെ കേട്ടോ ഈ ഹൂനും വണ്ടി മേടിച്ച. ഞാൻ ഒരു കമ്മലും എല്ലാം മേടിച്ചിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ വരണ വഴിക്ക് കമ്മൽ മേടിച്ചു, നാളെ ഇടാൻ. ഞാൻ ഈ കമ്മല സ്ഥിരമായിട്ട് ഇടാറ്, അത് എനിക്കിതാ ഇഷ്ടം. എന്നാലും ഒരു ഫങ്ഷൻ നടക്കല്ലേ വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ മേടിച്ചതാട്ടോ. അങ്ങനെ വലിയ ഗംഭീരമായിട്ടൊന്നും മേടിക്കാറില്ല. അയ്യോ, ഇതാട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ മേടിച്ച കമ്മല്. ഭംഗിയുണ്ടാവും എന്ന് വിചാരിക്കണു. പിന്നെ ഒരു ലിപ്സ്റ്റിക്കും മേടിച്ചു കേട്ടോ, ബ്രൗൺ. ഡാസ്ലർ തന്നെയാണ് കേട്ടോ. അപ്പം നാളെയാണ് ഈഹുവിൻ്റെ ബർത്ത്ഡേ. അത് പ്രമാണിച്ച് പോകാനായിടണേ. ഞാൻ ലിപ്സ്റ്റിക്കൊന്നും ഇടാറില്ല കേട്ടോ, എനിക്കൊരു പേടി, വയറ്റിക്കൊക്കെ പോവില്ലേ. അപ്പോൾ ഫങ്ഷനൊക്കെ അല്ലേ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. നാളെ ഇഹുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ് ഇതും. പിന്നെ ചുരിദാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ കാണിച്ചു തരാം. അത് ഇവിടുത്തെ എൻ്റെ കയ്യിലുള്ള മോഡൽ തന്നെ, ഒരു മഞ്ഞ ചാണകപ്പച്ച ആ ഒരു ഷെയ്ഡിൽ വരുന്നതാട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മനുജാനോടേക്ക് പോട്ടോ. ഞാൻ ചിലപ്പോൾ പോവും, അറിയില്ല. ചേട്ടനും ഉണ്ണിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോ കാണിക്കാം. അവിടെ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പറ്റുമെന്ന് ഞാൻ എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത്തിരി കോൺഫിഡൻസ് കൂടി വരണുള്ളൂ പുതിയ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഇപ്പോൾ ഐഫോൺ കിട്ടി, ചേട്ടൻ തന്നു. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇപ്പോൾ പുതിയ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയേക്കണം. കൂടുതലും ക്ലാരിറ്റിയിൽ കിട്ടണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.